വെൽക്കം ടു വാഗമൺ. എങ്ങനെയുണ്ടാവുള്ള ലൊക്കേഷൻ? നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആശാന സ്റ്റൗവ് അല്ല ആശാന, ചെറിയ കാറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ കാറ്റില് നമുക്കൊരു പാട്ടിലോട്ട് തുടങ്ങിയാലോ? അത് പൊളിക്കും. എങ്ങനെയുണ്ടാവും? സൂപ്പർ. ഇവിടത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർ കരവേകും മണ്ണാണ് മണ്ണ്, മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണെല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. അപ്പൊ നമ്മളെ രണ്ടാമത്തെ വീഡിയോ നമ്മ ഇറക്കാണ്. നമ്മൾ ഇന്ന് വന്നിക്കണ വാഗമണിലാണ്. അവിടെ നല്ല ചിക്കൻ ദം ബിരിയാണി നമ്മൾ പച്ച മസാലയിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മ ഈ വന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, അതിലൊരു പ്രത്യേകത ഉണ്ട്. അത് നമ്മളെ അന്നൂർക്ക് നമുക്ക് പറഞ്ഞുതരും. അന്നൂർക്ക അല്ല വേറെ ഒന്നല്ല, അതില് ഇപ്പൊ ഈ മലന പാഞ്ചാലി മല എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ അതൊരു സ്ത്രീയുടെ ഒരു രൂപം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് വേണ്ട ഒരു മലന്ന് കിടക്കുന്ന ഒരു സ്ത്രീ. അപ്പൊ അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ ഇത് നല്ല ഫേമസ് ആയി ലൊക്കേഷൻ. നിറയെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞാണ് നമ്മള്. അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ശരിക്കും നോക്കിയാ ഈ സൈഡില് മുടി ഇങ്ങനെ അഴിച്ചിട്ട് അല്ലേ, അതേപോലെ തന്നെ കാല് ഏത് സൈഡിലെ മുടി മോനത് അങ്ങോട്ടോക്ക് എന്തൊരു കാവ്യാത്മകത. അല്ല ആശാനെ, നീ എന്ത് പണി കാണിക്കണത്? എന്ത് പറ്റി? നിനക്ക് ഇതിനോട് ഞാൻ പറഞ്ഞല്ലേ പോപ്പിൻസിന്റെ പണി ഇട്ടാ മതി. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഇന്നലെ നിന്നോട് പറഞ്ഞത് കുക്കിങ്ങിന്റെ സമയത്ത് പോപ്പിൻസിന്റെ. ആശാന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ പോപ്പിൻസ് ഇടാൻ എല്ലാ കളറുണ്ടോ പോപ്പിൻസിന്റെ? പോപ്പിൻസിന്റെ എല്ലാ കളറും ഒട്ടുമിക്ക കളറൊക്കെ ഉണ്ടല്ലോ. അല്ല ആശാനെ, എന്താ സംഭവം? എല്ലാ തക്കാളിയും വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചിട്ടുണ്ടല്ലോ. എന്താ സംഭവം? ഇതിന് ഇപ്പൊ നടന്നൊരു ചരിത്രം ഉണ്ട്. അത് ഞാൻ ഇത് ഇടുമ്പോഴേ പറയുള്ളൂ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. ഋഷാന്റെ പഴയ കഥയായിട്ടുണ്ട്. കൊറേ കഥകളുണ്ട്. ഇപ്പൊ ഒരു ഇലക്ഷന്റെ സമയം വലിയ മഴ കഥയുണ്ട്. അത് എന്ന് പറഞ്ഞാല് ഞാൻ ഗൾഫിൽ വന്നിരിക്കുമ്പോൾ 10 വർഷം മുമ്പത്തെ കഥ കേട്ടാ. ഒരു ഇലക്ഷൻ ടൈമിൽ ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ സുനിൽകുമാർ ഫസ്റ്റ് നമ്മളെ നാട്ടില് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ വല്യമ്മാനോട് പറഞ്ഞു, വല്യമ്മ സുനിൽകുമാറിന് അരിവാളിനെ കുത്തണം. അപ്പൊ അവര് വർഷങ്ങളായിട്ട് കൈപ്പത്തി ഇതിൽ തന്നെ കുത്തുള്ളൂ. കോൺഗ്രസിന്റെ കോട്ടയം എന്ന് പറയാം, ആ കുടുംബം എന്ന് പറയാം. അതായത് കൈപ്പത്തിക്ക് മാത്രം കുത്തുള്ളവര്. ആ സമയത്ത് ഞാൻ സുനിൽകുമാറിന് ചെയ്യാൻ വേണ്ടി അരിവാളിന് കുത്തണം എന്ന് പറഞ്ഞിട്ട് ഉമ്മനോട് പറഞ്ഞു ഓക്കെ പറഞ്ഞു. ഞാൻ ഓഫർ എന്ന് പറഞ്ഞാൽ ഞാൻ വെത്തില മുറുക്കാൻ പോകലൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കാറിൽ. അങ്ങനെ ഞാൻ ഇലക്ഷന്റെ സമയപ്പോ ഒക്കെ സമ്മതിച്ച് ഞാൻ ചെയ്തോളാൻ പോണെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഇലക്ഷന്റെ ഞാൻ കാറിൽ കൊണ്ടുപോയി ബൂത്തിലെത്തിയപ്പോൾ ഞാൻ ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഓഫീസറോട് പറഞ്ഞു ഞാൻ കൂടെ പോയിട്ട് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓഫീസർ പറഞ്ഞു അതിന് ഞങ്ങുണ്ട്, നീ മാറിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്ത് നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നു വരാന്തയിൽ നിൽക്കുമ്പോ അപ്പൊ വല്യമ്മ ഞാൻ പോയത് കണ്ടല്ലോ. അപ്പൊ ഞാനില്ല അവിടെ. അപ്പൊ ഓഫീസറോട് ഇങ്ങനെ വിളിച്ചു, മോനെ ഇവിടെ എവിടെയാണ് കൈപ്പത്തി? അത് ഞാൻ കേട്ടു. ആ സമയത്ത് അത് കേട്ട വഴിക്കന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വല്യമ്മ ഞാൻ പിന്നെ തിരിച്ചുകൊണ്ടില്ല. അതല്ല, നിന്നോട് ആര് പറഞ്ഞു വല്യമ്മനെ കൊണ്ടുപോവാൻ? അതൊരു ഉണ്ടായ ഒരു സംഭവം ഉണ്ട്. സവാള നന്നായിട്ട് വന്നിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ സ്പെഷ്യൽ മസാല ഇടാനുള്ള സമയമായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇടാനുള്ള സ്പെഷ്യൽ മസാല കേട്ടാ. ഈ മസാലക്ക് ഒരു ചരിത്രം ഉണ്ട്, അതൊന്ന് പറയാനുണ്ടോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇതല്ലാതെ നമ്മ അരിഞ്ഞ് ഇഞ്ചി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്. ഈ തക്കാളി എങ്ങനെ കയറുമെന്ന് പറയണേ. തക്കാളി എന്നല്ല, ഇതിന്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് പറഞ്ഞ് ഓരോന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞ് നമ്മളെ ബോസിനോട്. ഞാൻ സ്പെഷ്യലായി പറയുകയും ചെയ്ത് എന്ത് സെപ്പറേറ്റ് എന്നല്ല, അവസാനം പച്ചമുളക് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ബോസ് വിചാരിച്ച് ആദ്യം ഇഞ്ചി അടിച്ച്, പിന്നെ വെളുത്തുള്ളി അടിച്ച്, പിന്നെ തക്കാളി അടിച്ച്, പിന്നെ പച്ചമുളകും അടിച്ച്. അല്ല ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, ഓരോന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞു. തക്കാളി അല്ല, ഇതൊന്നും എടുത്തിട്ടില്ല. പുറത്തേക്ക് മാറ്റി വെച്ചില്ല. വെൽക്കം ടു അവർ കിച്ചൺ. ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാർ നമുക്ക് വേണ്ടത്. ഇത് ഞാൻ വീട്ടിലല്ലെങ്കിൽ തല്ലു പിടിച്ചേനെ. ആശാനെ മസിൽ പിടിച്ചിട്ട് ഇളക്ക്. ഞാൻ നന്നായിട്ട് മസിൽ പിടിച്ചിട്ട് ഇളക്കണെന്ന്. ആശ നല്ല ഫോമിലെന്താ. ഇതാ നമ്മുടെ ബോസിന്റെ നമുക്ക് തന്ന സ്പെഷ്യൽ മസാല. നല്ല മണം വരുന്നുണ്ട് കേട്ടാ, നല്ല മണം വരുന്നുണ്ട്. പച്ച മസാല കയറിയപ്പോൾ അത് ബോസിന്റെ തക്കാളി ചതച്ചാണ് അതിന്റെ ഹൈലൈറ്റ്. ഇന്നലെ രാത്രി ഞാൻ നേരത്തെ റൂമിലേക്ക് പോയി, നല്ല ക്ഷീണമായിരുന്നില്ല. പക്ഷെ അപ്പൊ പുറത്ത് നല്ല പാട്ടും ബഹളൊക്കെ ആയിരുന്നില്ല. ഇന്നലെ ആശാനക്ക് റെസ്റ്റ് കൊടുത്തില്ല. അപ്പൊ ആശാന് ആ പാട്ട് പാടുമ്പോഴൊക്കെ ആശാന് ഉറക്കത്തിലാർന്ന്. ഞങ്ങള് ഇങ്ങനെ പാടി വെറുതെ സമയം കളഞ്ഞ്. പാട്ട് ഒരു കാര്യം, ഞാൻ അത് പാടാവും കൂടെ. മനസ്സുകൊണ്ടടുത്തു വന്നിരിക്കും നിന്നെ കനവു കണ്ടിരുന്നു ഞാൻ ഉറങ്ങും, മിഴിത്തൂവൽ പുതപ്പെന്നെ പുതയ്ക്കും, എല്ലാം മറന്നു ഞാൻ അതിലൊന്നും ലയിക്കും. നമുക്കൊന്നിച്ചാകാശത്തോണിയേറാം, നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം. നമുക്കൊന്നിച്ചാകാശത്തോണിയേറാം, നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം. നിന്നോല കണ്ടില്ല ഉന്മാദമുണർത്തുന്നു കുളിരിലോ കൂട്ടിലോ, എന്റെ കരളിലെ പാട്ടിലോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിലോ കൂട്ടിലോ, എന്റെ കരളിലെ പാട്ടിലോ. അപ്പൊ അന്ത്രോ നമുക്ക് ചിക്കൻ ഇടാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ആ ചിക്കൻ ഒന്ന് എടുത്തോ. അപ്പൊ അന്ത്രു ചിക്കനും ചിക്കനും കൂടെ അരി എടുത്തോട്ടെ നമ്മളെ. അത് വേണ്ട, നമുക്ക് മസാല ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ മാത്രം. അപ്പൊ നമ്മള് ചിക്കൻ എടുക്കാൻ വേണ്ടി പോവാണ്. ബാക്കി ചിക്കൻ എടുത്തിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പച്ച മസാല ശരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഇടണ്ട. ഒരു തരി ആകെ നമ്മളുള്ള ഒരു പൊടി എന്ന് പറയുന്നത് ഇത് മഞ്ഞൾപ്പൊടി മാത്രം. അപ്പൊ ഇത് നമ്മള് മല്ലിപ്പൊടി മുളക് പൊടിയും ഒന്നും യൂസ് ചെയ്യാത്ത ഒരു പച്ച മസാല തന്നെ അല്ലേ, പറഞ്ഞ പോലെ തന്നെ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, ചിക്കനെ ഒന്ന് പിടിക്കാൻ ചിക്കൻ ഒന്ന് പിടിക്കാൻ വേണ്ടി. ഓക്കെ, അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ അന്തർ എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. അല്ല, റൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. റൈസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മ എപ്പോഴും എന്തിനും ഉപയോഗിക്കുന്നത് മറ്റേ കൈമ, റോസ് കൈമ. അത് വിട്ടിട്ടൊരു അതാശാന്റെ ഒരു ട്രേഡ് സീക്രട്ട് തന്നെയല്ലേ. അത് നമ്മ എപ്പോഴും ഈ പച്ച മസാല അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കണേല് റോസ് കൈമനാണ് നല്ലത്. എനിക്ക് പൊരിച്ചുണ്ടാക്കണേല് ഏത് ആ നീളം കൂടിയ നമ്മുടെ ബസ്മതി റൈസ്, അലിബാബ അങ്ങനത്തെ. പക്ഷെ എന്റെ ഉപ്പ പിന്നെ കുറച്ച് അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇഷ്ടം വലിയ ഏരിയാണ്. അവർക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ. പക്ഷെ നമുക്ക് അതധികം ഇപ്പോഴത്തെ ചെറിയ നമ്മുടെ ജനറേഷൻ വന്നില്ലേ, അപ്പോഴാണ് കുറച്ചുകൂടി ചെറിയ അരി പുതിയ ജനറേഷനിലെ ആൾക്കാർക്ക്. നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്, നമുക്ക് ടേസ്റ്റ് കിട്ടിയത് അങ്ങനെ ചെറിയ അരിമേലാണ് അല്ലേ. അതെ അതെ. പിന്നെ മാത്രല്ല പണ്ട് കാലത്ത് വലിയ അരിയാണ് അവർക്ക് കിട്ടാനുള്ള ഓപ്ഷൻ. ഇത് ശരിക്കും നമുക്ക് തലശ്ശേരി ബിരിയാണി പറയാനല്ലേ വേണമെങ്കിൽ നമുക്ക്. ഇത് തലശ്ശേരി സ്റ്റൈൽ തന്നെയാണ് ഇതിന്റെ ബേസ്.
പിന്നെ പല ആൾക്കാരും പല മോഡിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നു, പക്ഷെ എന്താണ് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. അത് മതി നമുക്ക്. നമ്മളാ ഇത് കഴിക്കണം എല്ലാരും മനസ്സിന് അറിയണം, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ചിക്കൻ നമ്മുടെ കാണിച്ച അത് നമ്മുടെ ഇതിന്റെ നമുക്ക് ഇതിന്റെ സ്മെല്ലും ഒരു വലിയ ഘടകമാണ്. നമ്മുടെ മസാല ആയോന്ന് നമ്മ ആദ്യം അറിയേണ്ട മണത്തട്ടാണ്. ആ സ്മെല്ല് കിട്ടി ഒന്നുകൂടി ആ സ്മെല്ല് എടുത്ത സ്റ്റൈൽ കാണിച്ചു. അപ്പൊ അതില് പച്ചമണാണോ അല്ലെങ്കിൽ എന്താണ് അത് നമുക്ക് ഫീൽ ചെയ്യണം. ഇപ്പൊ എന്തായാലും പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് തെയ്യമായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഇടാനുള്ള സമയമായിട്ടുണ്ട്. അയ്യവാ അപ്പൊ നമ്മളെ ചിക്കൻ വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞോ അയ്യവാ പൊളിച്ച് ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ മൂടി വെക്കുമല്ലോ, മൂടി വെക്കുമ്പോ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. എന്തായാലും നോക്കിയേ ഈ വൈബ് നോക്കിയേ, മണം ആശാൻ നോക്കിയാ ഒന്ന്. ആശാനാണ് എക്സ്പെർട്ട് അതില്. അതിന്റെ പോനെ പൊളി സാധനം, പൊളി മണം. സത്യം പറഞ്ഞ അന്തർ പറഞ്ഞ പോലെ വിശക്കുണ്ട് കേട്ടാ. ഇതെന്തുണ്ട് എന്ത് മണം മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ നല്ല മണമുണ്ട്. നീ ഉണ്ടാക്ക് തള്ളി മറക്കിട്ടാ വീഡിയോയില്. അന്ത്രോ നിനക്ക് ചിക്കൻ തിന്നാനല്ലേ അറിയുള്ളൂ, ഇത് ഉണ്ടാക്കിയൊരു എക്സ്പീരിയൻസ് ചോദിക്കുന്നു. പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. കിട്ടൂല്ലേ? അപ്പൊ നേരത്തെ എന്താ പറഞ്ഞത് മണ്ണില്ലാന്ന്? പറഞ്ഞല്ലേ ആശാനൊക്കെ വേണ്ടി പറഞ്ഞല്ലേ? ആശാക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും പക്ഷെ അൻവർക്ക് അതിന്റെ തല അതിൽ കൊണ്ട് മറ്റേ ഇടാൻ പോയാണ് ചിക്കൻ്റെ ഉള്ളിൽ. ചട്ടകത്തോണ്ട് അടിയിട്ട് അങ്ങനെ ഭാഗ്യം. നേരത്തെ നീ മണില്ലാന്ന് പറഞ്ഞപ്പോൾ ആശാൻ അതും കേട്ട് പിണങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് റൂമിലേക്ക്. അവിടെ നിന്ന് ചെയ്യാൻ പോണു. ഇനി മണുള്ള എന്തെങ്കിലും കൊണ്ടുവരുമോ അവിടെ നിന്ന്? തമാശയാണ് ഞങ്ങക്ക് തോന്നണ്ടേ. ആക്ടിങ് പക്ഷെ ഉണ്ടല്ലോ അൻവർക്കൊക്കെ ചൂടായി വന്ന് ചൂടല്ല ഭീമന്റെ കൊന്നിട്ടുണ്ട്. മാനത്തെ മറപ്പിൽ മിന്നും മാണിക്യക്കല്ലിട്ടതാറ് മാണിക്യം കാണാതെ പാവം മാറാപ്പു പേറുന്നൊരാവ് വെള്ളിപ്പൂവാമ്പൽ ചുണ്ടിലിരുന്നു കാറ്റിലതു പറഞ്ഞാടി അല്ലിപ്പൂന്താരം കാറ്റിലുലഞ്ഞു ആമ്പലും നലിഞ്ഞാടുമ്പോൾ മൂളിപ്പോയി പരിമളം അയാൾക്ക് നമുക്ക് ഉണ്ടാക്കണ്ട. രാവിൽ പൂത്തും പൂങ്കാറ്റി അടിപ്പാടാൻ നീയും പോരാമോ. അപ്പൊ നമ്മുടെ ചിക്കൻ വെന്ത് നോക്കിയിട്ടുണ്ട്, നോക്കാൻ പോണ്. ആഹാ എന്താ മോനെ അൻവർക്ക് വെള്ളമൊക്കെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മസാലയുടെ കേട്ടോ. നമുക്കിനിപ്പോ അടുത്ത ഇത് മസാല ഒന്നും കൂടെ വേണോ? മസാല അല്ല, ബിസ്ത വേണം. ബിസ്ത എന്ന് വെച്ച് കഴിഞ്ഞാല് പൊരിച്ച സവാള വറുത്തത്. അതിനങ്ങനെ പറയാ. അപ്പൊ നമ്മള് സവാള വറുത്തിട്ട് നമ്മളെ ഇതിലേക്ക് ബിസ്ത, ഇതിന്റെ പേര് ബിസ്ത. അപ്പൊ ഇത് നമ്മള് അയ്യവ ഇത് ഇട്ട് കഴിഞ്ഞാല് നമ്മളെ ഉള്ള ഗ്രേവി പറ്റൂന്നാണ് പറയണത്. ഒന്ന് വലിച്ചെടുക്കും, കുറച്ച് വലിച്ചെടുക്കും. സവാള അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സവാള കട്ടിങ്. പറ എന്തുണ്ട് ഈ കളറ്? എന്താണ് പ്രശ്നം? എനിക്ക് കണ്ണ് എന്താ കണ്ടൊക്കെ തോന്നുന്നു. നീ കൂളിംഗ് ഗ്ലാസ് ഇത് മാറ്റി നോക്കിയെന്ന്. അല്ല ഇതിനെന്താ പ്രശ്നം? എനിക്കറിയാലോ ഇതിന് മുമ്പ്. അങ്ങനെ നീ ഷിയാബിന്റെ കളർ നോക്കിയ രാവിലെ ഈ വാട്ടർ ജഗും ഷിയാബിന്റെതും ഒരേപോലത്തെ കളർ. ഷിയാബിന് കയറിയോ? ഷിയാബിന് ഈ വാട്ടർ ജഗും ഷിയാബ് ഒരേപോലെ
ഇതെന്ത് കളർ ആശാനെ കുറ്റം പറയാൻ സമ്മതിക്കൂല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോസ്റ്റ്യൂം ജഗ്ഗായിട്ട് കൊണ്ടുവന്ന് മാത്രം ഒന്ന് മാറി സുഡിയാണ്. അല്ല ഈ കൂളിംഗ് ഗ്ലാസ് ഇതിപ്പോ ഈ കൂളിംഗ് ഗ്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിലേ നമ്മളെ വൺ മാൻ ഷോയില് നമ്മുടെ സലീം കുമാർ ഇല്ലേ, ഇന്ന തിങ്കളാഴ്ച വെള്ളിയാഴ്ച സലീം കുമാറിന്റെ എന്താ പ്രാന്തായോ? എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്, നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്നും പറഞ്ഞു ഓടിയത് ഞാനോട് പറ്റിച്ച്. അത് നീയും പുറകെ ഓടുന്നുണ്ടല്ലോ, അതെന്തിനാ? ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. ചെറുനാരങ്ങ ശരിക്കും നേരത്തെ അല്ലേ വീണ്ടത് നമ്മൾ വേവാൻ വേണ്ടി? അപ്പൊ നമ്മളെ ചെറുനാരങ്ങ പീൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അന്തൂർ ടേസ്റ്റ് ഒക്കെ ഉണ്ടേ. എന്താ അന്തൂർ നീ പറ. വെള്ളാണ്ട് പഞ്ചായത്തിൽ ഒരു അഭിപ്രായം എടുക്കുള്ളൂ ഒറ്റാളെ. സീരിയസ് ആയിട്ട് പറയണം കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ പ്രസു അത് മല്ലിച്ചപ്പ് പുതിനയും ബോസ് നമ്മുടെ മല്ലിച്ചപ്പ് പുതിനയും ബോസ് മസാല വീണ്ടും. അപ്പൊ ഇത് ഇടുന്ന സമയത്ത് തന്നെ നമുക്കൊരു നാടൻ പാട്ടായിക്കോട്ടെ. നാടൻ പാട്ട് കലാഭമയുടെ പാട്ട് തന്നെ പാടാം. ഓക്കെ. ചേട്ടന്റെ പാട്ടായിക്കോട്ടെ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെന്നെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. നല്ല സൂര്യൻ നേരെ തലക്ക് മുകളിലായി പോയി. അപ്പൊ നമ്മള് അത് കാരണം വെയിലിൽ നിന്നുള്ളൊരു ശമനത്തിന് വേണ്ടി നമ്മൾ നേരെ നമ്മളെ റൂമിന്റെ അവിടെ തന്നെ നമ്മൾ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ലൊക്കേഷൻ ഉരുകി ഉരുകി പോനതടി കുരുകി കുരുകി പോനതടി നീന്തി മൂടുമേ യവാനോ നീരാനേ കാരലേ എന്നാണോ കുരുകി കുരുകി പോനതടി ഉള്ളോ യാനിയേ കുരുകി കുരുകി പോനതടി എന്നോ യാനിയേ ഓക്കെ. അപ്പൊ നമ്മള് പാറപ്പുറത്തുനിന്ന് വെയിലടിച്ചപ്പോ നമ്മൾ നേരെ നമ്മളെ വില്ലിയിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് റൈസ് ഉണ്ടാക്കണം കേട്ടാ. ഇത് നമ്മ RKG. അപ്പൊ RKG ഇട്ടിട്ടുണ്ട്. ഡെയിലി ഫ്ലവർ വെളിച്ചെണ്ണയും അതിന്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ദമ്മാണ് ഇടാൻ പോകുന്നത്. ദമ്മിടുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ റൈസ് ഒന്ന് വേവിക്കും. മറ്റേ ഗീ റൈസ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള സ്പൈസസ് ആണ് പട്ട, കരയാമ്പു, ഏലക്കായ. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്നിട്ട് അയ്യവ ഒന്നതിനെ മൂപ്പിച്ചെടുക്കും അല്ലേ ആശാന? ഒന്ന് അയ്യവ പൊട്ടിത്തെറിക്കണ്ടല്ലോ. പൊട്ടിത്തെറിച്ച് ഇനിയിപ്പോൾ നമുക്ക് സവാള ഇത് ജസ്റ്റ് ഒന്ന് കളറ് മാറാൻ ഒന്ന് അധികം ഫ്രൈ ആവാൻ പാടില്ല. ഒന്ന് ഇതാവുമ്പോഴത്തേനും നമ്മൾ റൈസ് ഇടും. ഇതിനകത്ത് നമ്മുടെ മസാല വേണ്ടല്ലോ അല്ലേ? അതിൻ്റെ അകത്ത് മസാല വേണം. റൈസ് ഇട്ടിട്ട് മക്കളെ. ആഹാ അതുണ്ടാവും. അപ്പൊ നമ്മ റൈസ് ഇട്ട് തുടങ്ങി. നല്ല ജീരകശാലയുടെ റോസ് കൈമാണ്. നല്ല മണമുള്ള ആ റൈസിന് തന്നെ നല്ല മണമുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മണം ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ആവും. ആഹാ. പിന്നെ ആ ജീരകപ്പെടും.
ജീരകം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം വെച്ചിട്ടുള്ളൂ. ഷിയാബ ഇപ്പം ഇടൂല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചോദിച്ചപ്പോഴാണ് പറയണത്, അയ്യോ ഞാൻ ഉലിവിടാൻ മറന്നു എന്നൊരു സൗണ്ടും. ഇപ്പം അതിന്റെ സൗണ്ട് വന്നു തുടങ്ങി. അരി പൊട്ടയുടെ സൗണ്ട് വന്നു തുടങ്ങി. അപ്പൊ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടോ ഒഴിക്കണേക്ക്? നല്ല വാഗമൺ വാട്ടർ ഫ്രഷ്. എന്താണ് എടുക്കുന്ന അളവ്? അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് അതിന് പകരം നമ്മ വെച്ചൂർ പശുവിന്റെ പാല്. ആശാന്റെ മെയിൻ പാല് മിൽമ ഇളനാട്, അതൊന്നല്ല, വെച്ചൂർ പശു. ഓക്കെ, വെച്ചൂർ മിൽക്ക്. അപ്പൊ നേരത്തെ ചോദിച്ച ജീരകം നമ്മിടാൻ പോണേക്ക്. ഇതിലിപ്പോ ഇവിടെ ഹോൾ കുരുമുളക് ഇല്ലാത്തോണ്ടാണ്, വേണമെങ്കിൽ അതും ഈ സമയത്ത് ആശാനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, പുളി ഇട്ടിട്ടില്ല. പുളിയാ? ചെറുനാരങ്ങ പിഴി, അതിനാണ് പുളി എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഉപ്പും പുളിയും ഇതാക്കിയിട്ടില്ല. പിന്നെ നെയ്യും കൊറിയാണ്ടറിന്റെ തണ്ടില്ല, നമ്മൾ ലീഫില്ലാണ്ട് വെറുതെ അത് ഇടുന്നുണ്ടല്ലേ. ഉപ്പ് ഇത് ഇന്നലെ മറ്റേ ആള് ചായ ഉണ്ടാക്കിയത് ഉപ്പ്. മതി ആശാനെ, മതി. അല്ലല്ല, ആദ്യം ഉപ്പ് നോക്കിയതിന് ശേഷമാണ്. നമ്മ ഇതില് ചെറുനാരങ്ങ പിഴിയണ രഹസ്യമുണ്ട്. അതൊന്ന് ഞാൻ പറയണോ ആശാൻ പറയണോ? ആശാൻ തന്നെ, ആശാനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ആശാനെ ചെറുനാരങ്ങ ഒഴിക്കണതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ചെറുനാരങ്ങ അത് അരി വിട്ട് വിട്ട് കിടക്കാനും, അതായത് ഒരേ അരി വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ അതാണ് അതിന്റെ പ്രത്യേകത. ഇതിനും പറ്റും, കളറിനും. ചിലർ വിനാഗിരി ഒഴിക്കും. ആ വൈറ്റ് കളർ ഉണ്ടല്ലോ, അടിപൊളി. ഇനി ഇതൊന്ന് ഉപ്പൊന്നും മുൻപ് ഒരു ചെറിയൊരു ചോറ് നിൽക്കണം. ചോറ് വേവില്ലടാ. പക്ഷെ ആശാൻ തീർക്കും. പാലിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല എന്നാണ് ഇവർക്ക് പറയുന്നത്. വീണ്ടും ഉപ്പ്. അപ്പൊ ഇതിന് ഈ ഉപ്പില്ലേ കൊറേ ഇടുന്നത്? ഉപ്പ് കൊള്ളില്ലല്ലോ, ഉപ്പില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത്തവണ മേടിച്ച ഉപ്പിന് ഉപ്പില്ല. അരിപ്പുണ്ടോ? നാരങ്ങ അരിച്ച് കുരു വീഴാത്ത രീതിയില കൈയുടെ ഇടയിൽ കൂടെ. അടിപൊളി 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 അടിപൊളി. നാരങ്ങയും പാലൊക്കെ പലരും അല്ല ചെറുനാരങ്ങ പാല് പിരിയുന്നൊക്കെ പറയും. അതന്നെ പറയാൻ വന്നത് ഞാൻ. ഈ നാരങ്ങയും പാലും ഒക്കെ പിരിയണ സാധനമല്ലേ ഇങ്ങനെ വീണാല്? കഴിച്ചു നോക്ക്. അപ്പൊ നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാൻ പോകണം. ഓക്കെ, 10 മിനിറ്റ് മൂടി വെക്കൂട്ടാ. അപ്പൊ അടച്ച് മക്കളെ, അടച്ച്. അപ്പോൾ നമ്മളിതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കണം. ഇതിൻ്റെ എന്തെങ്കിലും ഉപ്പിൻ്റെ കുറവാ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മൊന്ന് അടി മാറ്റിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അടിയിലത്തെ ചോറൊന്ന് വിട്ട് കിടക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ദമ്മൂല്ല. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ബിരിയാണിക്ക് 6 kg. ഓക്കെ, ഇല്ലല്ലോ, കുറേ വേവായിട്ടില്ല. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. മണം വന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിപ്പം മുകളിലത്തെ ചോറ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഉപ്പുണ്ട്, ആ പാലിൻ്റെ ചോവയൊക്കെ ഉണ്ട്. നല്ല ചെറുക്കന് ഉപ്പിട്ടപ്പം കളിയാക്കി കണ്ടോ? ഉപ്പ് കറക്റ്റാണ്. അപ്പം നമുക്കിനി ദമ്മിടാം. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. അപ്പം ശരി. അപ്പോൾ നമ്മൾ പാറപ്പുറത്ത് ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ദമ്മടിക്കാൻ പോവുകയാണ്. അപ്പോൾ അന്തരൂ ആ ചിക്കൻ ഇതിൽ വെക്ക്, അടുപ്പിൽ വെക്ക്.
സെറ്റ്. ഇത് ഓക്കെ, അപ്പോൾ നമ്മളിനി ചിക്കൻ ഒന്ന് ചൂടാക്കിയിട്ടല്ലേ നമ്മൾ ദമ്മിടാ. അപ്പൊ ഇനി ചിക്കൻ ചൂടാക്കണമെന്നില്ല, അത് ആ ചൂടിൽ തന്നെ, കാരണം ചിക്കൻ വെന്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks. Listen. അപ്പോൾ നമ്മ പറഞ്ഞ ആ ചിക്കൻ ദമ്മ് ബിരിയാണി നമ്മൾ ദമ്മ് കഴിഞ്ഞ് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. അരമണിക്കൂറിൽ മേലെയായി നമ്മൾ ദമ്മിട്ടിട്ട് ഇത് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരോടും അപ്പോൾ മോനെ ഷിയാവേ വന്ന് മണക്കടാ. ക്യാമറ കിട്ടില്ല, അതിന്റെ കറക്റ്റ് കേട്ടോ. ഒന്ന് നോക്ക്, ക്യാമറ നോക്ക്. നമ്മുടെ എക്സ്നാട് പ്രോപ്പർട്ടി മൊത്തം ഈ സ്മെല്ലായി. ഓക്കെ, നമ്മൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ പേര് എക്സ്നാട് എന്നാണ്. സോറി, സാനുഡ് എന്നിട്ട പേര്. ഇതാണ് നമ്മളെ താമസിക്കുന്ന പ്രോപ്പർട്ടി. പക്ഷെ ഈ പ്രോപ്പർട്ടിക്ക് വേറെ പ്രത്യേകത കൊണ്ടുണ്ട് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം പിന്നെ നമ്മളുടെ നാട്ടുകാരൻ തന്നെയാണ് പനീർ ചാമ്പക്ക ഡ്രാഗൺ നമ്മൾ സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാന് ഒരു ഫൈനലായിട്ടൊരു പാട്ട്. അപ്പൊ ഷിയാബ് ഇങ്ങോട്ട് പാടാം. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കും കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി, വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാത്തീ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തീ, മാനത്തുദിച്ചേതോ മണ്ണിൽ മുളച്ചേതോ ഏതാണ് രാജാത്തീ, രാജാത്തീ. അപ്പൊ നമ്മളെ ഇതോടുകൂടി ഈ സപ്ലൈ ചെയ്തതോടുകൂടി നമ്മളെ വീഡിയോ അവസാനിക്കും. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കും കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി, വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാത്തീ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തീ, മാനത്തുദിച്ചേതോ മണ്ണിൽ മുളച്ചേതോ ഏതാണ് രാജാത്തീ, രാജാത്തീ.